വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മത്സരം, അതായത് പഞ്ചാബ് എഫ്.സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള ആ ഒരു മത്സരം, ആ മത്സരത്തിലെ വിജയത്തോടു കൂടി തന്നെ കുറച്ചുകൂടെ ഒരു ചാൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. മത്സരത്തിന് മുമ്പായിട്ടുള്ള പ്രീ മാച്ച് ടോക്കിങ്ങിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമായിരുന്നു, വിജയം അനിവാര്യമാണ്, വിജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രതീക്ഷകളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത്. കാരണം 6ാം സ്ഥാനക്കാരും നമ്മളും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 4 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കണം, അതായത് ഇനിയുള്ള മത്സരങ്ങൾ സമനിലയാവുക തോൽക്കുക ചെയ്തു കഴിഞ്ഞാൽ ഈ സീസൺ പാടെ പരാജയപ്പെട്ടു. ആ ഉള്ള 1% പ്രതീക്ഷ ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടെന്നൊന്നല്ല പറയേണ്ടത്, 1% പ്രതീക്ഷ പാടെ നഷ്ടപ്പെടും തോറ്റു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സമനിലയായി കഴിഞ്ഞാലോ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് എഫ്.സിക്കെതിരെയായിട്ടുള്ള മത്സരം ഭംഗിയായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിലെ ഡിഫൻസും മിഖായിൽ സ്റ്റെയറയുടെ ആ ഒരു അറ്റാക്കിങ്ങും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കളിശൈലി നമുക്ക് കിട്ടിയിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ. കാരണം 9 പേരെ വെച്ചിട്ട്, അതായത് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു, അതായത് മെയിനായിട്ടുള്ള താരങ്ങളാണ് റെഡ് കാർഡ് കണ്ട് പുറത്താവുന്നത്. ഏറ്റവും മികച്ച 2 ഡിഫൻസ് നിരയിലെ താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്താവുന്നു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ കളി മൊത്തമായിട്ട് തോൽക്കും എന്നുള്ള കാര്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുക, റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടില്ല. ലൂണ ആയാലും പെപ്പർ ആയാലും എല്ലാവരും ഒരു ഡിഫൻസീവ് ഗെയിമിലേക്കാണ് പോയിരുന്നത്. വാട്ട് എ ഡിഫൻസീവ് ഗെയിം എന്ന് തന്നെ പറയണം. കാരണം 9 പേര് വെച്ചാണ് ആ ഒരു ഡിഫൻസീവ് ഗെയിം കളിച്ചിട്ട്. മറുഭാഗത്തേക്കും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും പഞ്ചാബ് എഫ്.സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിനായിട്ടുള്ള താരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെടുത്ത് പാളുമായിരുന്നു. ബട്ട് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആവശ്യം 3 പോയിൻ്റാണ്. എന്തായാലും നല്ല ഭംഗിക്ക് കളിച്ചിട്ടുണ്ട്. ഈ ഒരു 3 പോയിൻറ്റിൽ ആഘോഷിക്കണോ എന്ന് ചോദിച്ചാൽ ആഘോഷിക്കുക തന്നെ വേണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇനി ഇങ്ങനെ ആഘോഷിക്കാൻ കിട്ടുമോ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആഘോഷിച്ച് എന്ന് കരുതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നല്ല ഗെയിമാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. പോരാത്തതിന് സമനിലയോ അല്ലെങ്കിൽ തോൽവിയൊന്നും അല്ലല്ലോ, വിജയമല്ലേ. അപ്പോൾ ആഘോഷിച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത മത്സരത്തിൽ നല്ല കിടിലൻ ഒരു ഫോമോട് കൂടിയിട്ട് നമ്മുടെ താരങ്ങൾ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. ഹീസസ് ഇമിനിയസ്, അതുപോലെ തന്നെ ഇവരൊക്കെ വിപിന്, ഇവരൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള ചെറിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ റൈറ്റ് ആവട്ടെ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മിലോസ് റിൻസിച്ച്, പിന്നെ അതുപോലെ നമ്മുടെ ഡാനിഷ് ഫാറൂഖ്, ഇപ്പോൾ ഐബാൻ ഡോളിങ്, ഇവരൊന്നും അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ മിക്കവാറും സന്ദീപിൻ്റെ ആ ഒരു അവതരണം വീണ്ടും നമ്മൾ കാണേണ്ടി വരുമെന്നുള്ള. കഴിഞ്ഞ മത്സരത്തിലെ പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ മുമ്പായിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു ഡിഫൻസീവ് ഗെയിം എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തന്നൊരു മത്സരമായിരുന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനുള്ളത് രാഹുൽ KP, അതുപോലെ പ്രബീർ ദാസ്, സിറ്റീരിയോ, ഇവരൊക്കെ എന്തായിട്ടുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. സിറ്റീരിയോ പോകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷ FC-യിൽ സൈൻ ചെയ്തു. അതുപോലെ തന്നെ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ RB, അതായത് പ്രബീർ ദാസ് മുംബൈ സിറ്റി FC-യുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ രാഹുൽ KP ഓക്കെ, നമുക്ക് ഈ ഒരു സീസണിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ് KPയെ നമുക്ക് ഓർമ്മ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ വളർന്നു വരട്ടെ. എനിക്ക് തോന്നുന്നു ഒഡീഷ FC എന്ന് പറയുന്നത് ലൊബേറയുടെ അണ്ടറിൽ ഒരുപാട് യുവതാരങ്ങൾ, വിപിൻ സിംഗിനെ പോലെയുള്ള താരങ്ങളൊക്കെ, വിങ്ങുകളിലൂടെയുള്ള നല്ല താരങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു കോച്ചാണ്, അതല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോച്ചാണ് ലൊബേറ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുലിനും അതുപോലെയുള്ള ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ സിറ്റീരിയുടെ പോക്ക് ഇനി എവിടേക്കാണ് എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഇനിയുള്ള മറ്റൊരു കാര്യമാണ് പ്രബീർ ദാസിനെ എന്തിനാണ് കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും സന്ദീപ് സിംഗിൻ്റെ ഇതന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രബീർ ദാസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പ്രബീർ ദാസിനൊക്കെ കുറച്ചുകൂടെ ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് കുറച്ചുകൂടെ ഉപകാരമായിരുന്നു. കാരണം നമ്മളെ ടീമിൻ്റെ പ്രധാന പ്രശ്നം അദ്ദേഹത്തിന് പരിക്ക് മാറിയിട്ടും കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. പകരക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് റൂമേഴ്സ് ഒരുപാട് പരക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ KPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പകരക്കാരനെ ഇതുവരെയായിട്ട് വലിയ റൂമേഴ്സൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അലക്സാണ്ടർ കൊയ്ഫ് നമ്മുടെ ടീം വിട്ട് പോകാനിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ വാർത്തയോടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു മികച്ച വിദേശ താരത്തെ കൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്ന് കരുതുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു പ്രബീർ ദാസിൻ്റെ ഈ ഒരു നിരയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ അമീർ റാണാവഡെ എന്ന് പറയുന്ന നമ്മുടെ ഒഡീഷ FC-യുടെ കളിക്കാരനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു
സംഭവം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുന്ന ഒരു റൂമർ ഉണ്ടായിരുന്നു. സോ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് സംശയമാണ്. പക്ഷേ അമീർ എന്ന് പറയുന്നത് നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ വളരെ മനോഹരമായിട്ട് കളിക്കുന്ന കളിക്കാരനാണ്. പ്രത്യേകിച്ചും നമ്മളെ സന്ദീപ് സിംഗിനെ പോലെയൊന്നുമല്ല, നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരനാണ്. ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉപകാരമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ അപ്പുറം എന്ന് പറയുന്നത് നമുക്കൊരു RB ഈ ഒരു സിറ്റുവേഷനിൽ ഒരു RB ISL മൊത്തമായിട്ട് അവൈലബിൾ അല്ല. ഇപ്പോൾ സന്ദീപ് സിംഗിനെ നമുക്ക് അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ഫാൻസിനെ മൊത്തം ഒന്ന് മുഖം ചുളിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പകരക്കാരനായിട്ട് ഒരാളെ കണ്ടെത്തണം എന്നുള്ളത് ഒരു വാശിയും അതല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ കോച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഇനി കോച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ഈ സീസണിൽ മിക്കവാറും ഈ ഒരു കോച്ചിനെ വെച്ചിട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. അല്ലെങ്കിൽ അവസാനത്തെ മത്സരങ്ങളിലൊക്കെ ചിലപ്പോൾ കോച്ചിനെ കൊണ്ടുവന്നിട്ട് അടുത്ത വർഷം അതല്ലെങ്കിൽ പിറ്റത്തെ വർഷത്തേക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കും ഒരു കോച്ചിനെ കൊണ്ടുവരാനായിട്ട് സാധ്യത. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അതിൽ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാൽ അതിലേക്കും ബൈ.